ചരിത്ര പാഠം 4-ാം എപ്പിസോഡ് ആണ് ഇന്ന് നാം കാണുക. ലോകം ക്രൈസ്തവമാകുന്നു. ഗ്രീക്കോ റോമൻ ലോകത്താണ് ഈശോയുടെ ജനനവും പ്രവർത്തനങ്ങളും. പ്രത്യേകിച്ച് റോമാ സാമ്രാജ്യം അതിൻ്റെ സർവ്വപ്രതാപത്തിലും ഗ്രീക്ക് സംസ്കാരം അഥവാ ഹെലനിസം ലോകമെമ്പാടും പ്രചരിക്കുന്ന കാലത്ത്, ഈ സമയത്താണ് ഈശോയുടെ സുവിശേഷ പഠനങ്ങൾ അപ്പസ്തോലന്മാരിലൂടെ ലോകമെമ്പാടും ഇന്ത്യ ഉൾപ്പെടെ പ്രചരിക്കുന്നത്. റോമൻ കാലഘട്ടത്തിൽ ഹെലനിസത്തിന് വലിയ പ്രാധാന്യവും പ്രചാരവും ആയിരുന്നു. മതവും ധാർമ്മികതയും തമ്മിലുള്ള ബന്ധം ഹെലനിസം ഉയർത്തിപ്പിടിച്ചു. അനുദിന ജീവിതവും ഭാവി ജീവിതവും തമ്മിലുള്ള ബന്ധത്തിന് ഊന്നൽ നൽകി. ഈ ലോക ജീവിതത്തെ ആശ്രയിച്ചുള്ള ഒരു ഭാവി ജീവിതം അഥവാ മരണാനന്തര ജീവിതമാണ് ലഭിക്കുന്നത് എന്ന് പഠിപ്പിച്ചു. തത്വശാസ്ത്ര ചരിത്ര പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. വായനയും പഠനവും മനുഷ്യജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. അത് ആത്മാവിൻ്റെ പോഷണത്തിന് സഹായകമാണ് എന്ന് പഠിപ്പിച്ചു. സ്കൂളുകൾ, പഠനകേന്ദ്രങ്ങൾ, അക്കാദമീസ്, ലൈബ്രറികൾ, മ്യൂസിയങ്ങൾ എല്ലാം ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ സംഭാവനകളാണ്. ക്രൈസ്തവീകരിക്കപ്പെട്ട ഗ്രീക്ക് സംസ്കാരം യൂറോപ്പിൽ വ്യാപിച്ച് വളർന്നു വന്നതാണ് ആധുനിക പാശ്ചാത്യ സംസ്കാരം. ഈശോയുടെ കാലത്തെ ഗ്രീക്കോ റോമൻ ലോകത്ത് പലതരം മതങ്ങളും തത്വശാസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. ഈസിസ്, ഒസിറിസ്, മിത്ര, ബാൽ, സിബൽ, അത്തിസ് തുടങ്ങിയ പൗരസ്ത്യ മതങ്ങളും ഓറിയൻ്റൽ റിലീജിയൻസ്, സിയൂസ്, ജൂപ്പിറ്റർ, അപ്പോളോ, അഫ്രോഡൈറ്റസ് തുടങ്ങിയ ഗ്രീക്ക് ദേവീദേവന്മാരുടെ ആരാധനാ രീതികളും ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളവ ആയിരുന്നില്ലെങ്കിലും അന്നത്തെ ജനങ്ങളിൽ ദൈവിക ചിന്തയും ദൈവവിശ്വാസവും ഉണർത്താൻ കാരണമായി. സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ തുടങ്ങിയ പ്രധാന ഗ്രീക്ക് തത്വചിന്തകരെ കൂടാതെ സേനോ, എപ്പിക്കുറസ് തുടങ്ങി വളരെ വ്യത്യസ്തങ്ങളായ മൈനർ തത്വചിന്തകരും അക്കാലത്ത് ഉണ്ടായിരുന്നു. ഇത്തരം തത്വചിന്തകളും മതങ്ങളും ആരാധനകളും അന്നത്തെ ജനങ്ങളിൽ സൃഷ്ടിച്ച ദൈവചിന്തകളാണ് വിജാതീയരെ ക്രിസ്തുമതത്തിലേക്ക് അടുപ്പിച്ച കണ്ണി. ഇത്തരം മതങ്ങൾക്കോ തത്വശാസ്ത്രങ്ങൾക്കോ മനുഷ്യനെ പൂർണ്ണമായി സംതൃപ്തിപ്പെടുത്താനോ മനുഷ്യ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക്, ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കുവാനോ സാധിച്ചിരുന്നില്ല. അന്നത്തെ മതങ്ങളുടെ ആകർഷകമായ ബാഹ്യപ്രകടനങ്ങൾക്ക് നിലനിൽക്കുന്ന ആകർഷണീയതയോ സ്വാധീനമോ ഇല്ലായിരുന്നു. എന്നാൽ ഇവയെല്ലാം ജനങ്ങളിൽ സത്യദൈവത്തിൻ്റെയും ദൈവികതയുടെയും ബാലപാഠങ്ങൾ, ഗ്രെയിൻസ് ഓഫ് ട്രൂത്ത് ജനിപ്പിക്കാൻ പോന്നവയായിരുന്നു. ധാർമ്മികതയ്ക്ക് കാര്യമായ പ്രാധാന്യമൊന്നും കൽപ്പിക്കാതിരുന്ന ഇത്തരം മതങ്ങൾ അനുഷ്ഠിച്ചിരുന്നവർക്ക് ക്രിസ്തുമതം കാണിച്ചു കൊടുത്ത പാപബോധവും പശ്ചാത്താപ മനോഭാവവും ഒക്കെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ മതം പഠിപ്പിച്ച രക്ഷയും, സാൽവേഷൻ, വീണ്ടെടുപ്പും, റിഡംഷൻ, അമർത്യതയും, ഇമ്മോർട്ടാലിറ്റി, ദൈവ ഐക്യവും, യൂണിയൻ വിത്ത് ഗോഡ് അവർക്ക് സ്വീകാര്യമായി തോന്നി. ഏകദൈവം പിതാവാണെന്നും എന്നാൽ മിശിഹായായി അവതരിച്ച ദൈവപുത്രൻ ലോകരക്ഷകനാണെന്നും അവർ വിശ്വസിച്ചു. കർത്താവും രക്ഷകനുമായ ദൈവത്തെക്കുറിച്ച് ലോർഡ്, ഗോഡ്, സേവിയർ വെർജിലും തത്തുല്യമായ ലോഗോസിനെക്കുറിച്ച് സെനേക്കായും എഴുതുന്നുണ്ട്. പ്ലേറ്റോയുടെ ഹയസ്റ്റ് ഗുഡും അരിസ്റ്റോട്ടലിൻ്റെ അൺമൂവ്ഡ് മൂവറും തുടങ്ങിയ തത്വചിന്തകൾ ക്രൈസ്തവ മതത്തെ വിജ്ഞാനികൾക്കും സ്വീകാര്യമാക്കി. ഇതെല്ലാം വിജാതീയ മതവിശ്വാസികളെ ക്രിസ്തുമതത്തിലേക്ക് അടുപ്പിച്ചു. അങ്ങനെ വിജാതീയ ലോകത്തെ ക്രിസ്തുമതം സ്വീകരിക്കുന്നതിലേക്ക് ദൈവം ഒരുക്കി. ഗ്രീക്കുകാരുടെ തത്വചിന്തയെ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമന്റ് വിളിക്കുന്നത് ഗ്രീക്കുകാർക്കുള്ള ദൈവത്തിൻ്റെ ദാനം എന്നാണ്. അങ്ങനെ അന്നത്തെ ലോകത്തെ, റോമൻ ചക്രവർത്തിയുടെ ഭരണസീമയിലായിരുന്ന ലോകത്തെ സ്വപുത്രനെ സ്വീകരിക്കാൻ ഉതകും വിധം ദൈവം ഒരുക്കി. പലസ്തീന ആയിരുന്നു ദൈവത്തിൻ്റെ ദാനമായ യഹൂദരുടെ നാട്. എങ്കിലും വിവിധ വിപ്രവാസങ്ങളിലൂടെ അസീറിയൻ BC 722, കാൽഡിയൻ 597, ഈജിപ്ഷ്യൻ 328, റോമൻ 63, യഹൂദർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ എത്തി. വിദേശ രാജ്യങ്ങളിൽ അവർ അവരുടെ ചെറിയ ലോകത്താണ് കഴിഞ്ഞിരുന്നതെങ്കിലും അവരിലൂടെ യഹൂദചിന്തകളായ ഏക ദൈവ വിശ്വാസം, ദൈവിക വെളിപാട്, മിശിഹായുടെ ആഗമനം, പ്രവാചക ദൗത്യം, തോറ അഥവാ നിയമഗ്രന്ഥങ്ങൾ എന്നിവ ലോകത്ത് പ്രചരിച്ചു. ഇങ്ങനെയുള്ള യഹൂദചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ട എന്നാൽ യഹൂദമതത്തിൽ ചേരാതിരുന്ന വിജാതീയരാണ് യഹൂദർക്ക് പുറമെ
ആദ്യമായി ക്രൈസ്തവ മതം സ്വീകരിക്കുന്നത്. വിപ്രവാസത്തിലുണ്ടായിരുന്ന യഹൂദരെ അങ്ങനെ ദൈവം ക്രിസ്തുമത പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണ്. യഹൂദ വിപ്രവാസവും ഏക ദൈവവിശ്വാസവും റോമൻ സാമ്രാജ്യത്തിൽ നിലവിലിരുന്ന പൊതു നിയമവ്യവസ്ഥയും ഏക ഭരണക്രമവും ഗ്രീക്ക് സംസ്കാരത്തിൻ്റെയും തത്വചിന്തകളുടെയും സ്വാധീനവും ക്രിസ്തുമതത്തിൻ്റെ വ്യാപനത്തിന് സഹായിച്ച ഘടകങ്ങളാണ്. ഈശോയുടെ ജനനത്തോടെ ലോകം ക്രൈസ്തവമാവുകയാണ്. എങ്കിൽ ഈശോയ്ക്ക് മുൻപും ശേഷവും ഉള്ള ലോകങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാണ്. ഈശോയുടെ പ്രബോധനങ്ങൾ, സുവിശേഷം ലോകം സ്വീകരിച്ചതോടെ അവ ലോകത്ത് പ്രാബല്യത്തിൽ വന്നതോടെ ഒരു വ്യത്യസ്ത ലോകം, നവ്യ ലോകം, ക്രൈസ്തവ ലോകം ഉദയം കൊള്ളുന്നു എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പാഠം.